നമസ്കാരം. 2025 മെയ് മാസത്തിൽ ഇന്ത്യയിലുടനീളം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ടോപ്പ് 10 സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ഈ 1, 2, 3 സ്ഥാനക്കാരെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മെയ് മാസത്തിലെ ടോട്ടൽ സെയിൽസ് നോക്കാം. 1,266,000 ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് മെയ് മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടന്നത്. മാസാമാസ വിൽപ്പനയിൽ, അതായത് ഏപ്രിൽ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 9% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ വാർഷിക വിൽപ്പനയിൽ, അതായത് കഴിഞ്ഞ വർഷത്തെ മെയ് മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 30% മികച്ച വളർച്ച കൈവരിക്കാനും സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് 10 ലിസ്റ്റ് നോക്കാം അല്ലേ. ഇത്തവണ ടോപ്പ് 10 ലിസ്റ്റിൽ നിന്നും പുറത്തു പോയിരിക്കുന്നത് കഴിഞ്ഞ തവണ 10ാം സ്ഥാനത്തുണ്ടായിരുന്ന റിവർ ഇന്ത്യയാണ്. പകരം ഈ സ്പ്രിന്റോ എന്ന പുതിയൊരു കമ്പനിയാണ് ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസത്തെ വിൽപ്പനയിൽ 8ാം സ്ഥാനത്തുണ്ടായിരുന്ന ബിഗോസ് ആണ് 2 പടി താഴേക്കിറങ്ങി മെയ് മാസത്തെ വിൽപ്പനയിൽ 10ാം സ്ഥാനത്തുള്ളത്. ഏപ്രിൽ മാസത്തിൽ 1313 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1066 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 18% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ വാർഷിക വിൽപ്പനയിലും 7% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്പ്രിന്റോ എന്ന പുതിയൊരു കമ്പനിയാണ് മെയ് മാസത്തെ വിൽപ്പനയിൽ 9ാം സ്ഥാനത്തുള്ളത്. ഏപ്രിൽ മാസത്തിൽ 456 സ്കൂട്ടറുകൾ മാത്രം വിൽപ്പന നടത്താൻ സാധിച്ച ഈ സ്പ്രിന്റോന് മെയ് മാസത്തിൽ 1149 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസാമാസ വിൽപ്പനയിൽ 151% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ഈ സ്പ്രിന്റോന് സാധിച്ചിട്ടുണ്ട്. പുതിയ കമ്പനി ആയതുകൊണ്ട് വാർഷിക വിൽപ്പനയുടെ കണക്ക് ലഭ്യമല്ല. കൈനറ്റിക് ഗ്രീൻ ആണ് 8ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 9ാം സ്ഥാനത്തായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 1306 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച കൈനറ്റിക്കിന് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1128 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 13% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 151% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ കൈനറ്റിക് ഗ്രീന് സാധിച്ചിട്ടുണ്ട്. പ്യുവർ EV ആണ് 7ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 7ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 1449 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച പ്യുവർ EVക്ക് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1231 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 15% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 185% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ പ്യുവർ EVക്ക് സാധിച്ചിട്ടുണ്ട്. ഗ്രീവ്സ് മൊബിലിറ്റിയാണ് 6ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 6ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 4004 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സിന് മെയ് മാസത്തിൽ 4177 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസാമാസ വിൽപ്പനയിൽ 4% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ വാർഷിക വിൽപ്പനയിലും 113% വളരെ മികച്ച വളർച്ചയാണ് ഗ്രീവ്സ് കൈവരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ടോപ്പ് 5 ലിസ്റ്റിൽ ആരൊക്കെയാണ് വരുന്നത് നോക്കാം. ഹീറോ മോട്ടോകോർ വീഡയാണ് 5ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 5ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 6143 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വിഡയ്ക്ക് മെയ് മാസത്തിൽ 7164 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസാമാസ വിൽപ്പനയിൽ 16% വളർച്ച കൈവരിക്കാൻ സാധിച്ചു. അതേപോലെ വാർഷിക വിൽപ്പനയിലും 191% വളരെ മികച്ച വളർച്ചയാണ് വിഡ കൈവരിച്ചിരിക്കുന്നത്. ഏത്തർ ആണ് 4ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 4ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 13306 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഏത്തറിന് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 12840 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 3.5% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 112% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ഏത്തറിന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ഓല ഒരു പടി താഴേക്കിറങ്ങി ഇത്തവണത്തെ വിൽപ്പനയിൽ 3ാം സ്ഥാനത്താണുള്ളത്. ഏപ്രിൽ മാസത്തിൽ 19,784 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 18,499 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 6% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ വാർഷിക വിൽപ്പനയിലും 50% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2023ലും 2024ലും ഒക്കെ വിൽപ്പനയിലെ ഓലയുടെ അടുത്ത് പോലും ആർക്കും എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാർഷിക വിൽപ്പനയിൽ നമ്മൾ ഇതുവരെ നോക്കിയ എല്ലാ കമ്പനികളും നല്ല മുന്നേറ്റമാണ് നടത്തിയത് അല്ലേ. പക്ഷേ ഓല മാത്രമാണ് പിറകോട്ട് പോയിരിക്കുന്നത്. അതും 50% വലിയ ഇടിവ്. ഓലയ്ക്ക് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇവരുടെ സർവീസ് ഒക്കെ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും പുതിയ വണ്ടികളുടെ ഡെലിവറിക്കെല്ലാം ഒരുപാട് സമയം എടുക്കുന്നുണ്ടെന്നാണ് പലരും പറയുന്നത്. എന്തായാലും പണ്ട് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്ന പോലെ ഓലയുടെ കസ്റ്റമറിനെ നേരിട്ട് കണ്ട് തന്നെ ഒന്ന് സംസാരിച്ച് നോക്കാം. എന്തായാലും അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബജാജ് ചേതക്കാണ് 2ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 3ാം സ്ഥാനത്തായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 19,137 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബജാജ് ചേതക്കിന് മെയ് മാസത്തിൽ 21,770 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസാമാസ വിൽപ്പനയിൽ 13% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ വാർഷിക വിൽപ്പനയിലും 136% വളരെ മികച്ച വളർച്ചയാണ് ബജാജ് ചേതക് കൈവരിച്ചിരിക്കുന്നത്. TVS iQube 1ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു.
ഏപ്രിൽ മാസത്തിൽ 19,937 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടി വി എസ് ഐക്യൂബിന് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 24,560 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 23% മികച്ച വളർച്ച കൈവരിക്കാൻ ഐക്യൂബിന് സാധിച്ചിട്ടുണ്ട്. അതേപോലെ വാർഷിക വിൽപ്പനയിലും 108% വളരെ മികച്ച വളർച്ചയാണ് ടി വി എസ് കൈവരിച്ചിരിക്കുന്നത്. ഈ ഹബ് മോട്ടോർ ഒരു മോശം മോട്ടറൊന്നും അല്ലെങ്കിലും ആ ഒരു മോട്ടറിനെ കുറിച്ചിട്ട് പൊതുവേ എല്ലാവരും ഒരു മോശം അഭിപ്രായമാണ് പറയാറുള്ളത് അല്ലേ. ഞാനും ഹബ് മോട്ടറിന്റെ ഒരു ഫാനൊന്നുമല്ല, എന്നാലും അതൊരു മോശം മോട്ടറാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എന്നിട്ടും ഹബ് മോട്ടോർ ഉള്ള ടി വി എസ് ഐക്യൂബാണ് വിൽപ്പനയിൽ 1ാം സ്ഥാനത്തുള്ളത് അല്ലേ. ഈ വണ്ടിയുടെ ഡിസൈൻസിനൊക്കെ ഒരുപാട് പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏത് വണ്ടി എടുക്കണമെന്ന് ചോദിച്ചിട്ട് എന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ആ സമയത്ത് ഡിസ്കസ് ചെയ്യുമ്പം ഒരു സ്കൂട്ടറിനെ പോലെ തോന്നിക്കുന്ന ഒരു വണ്ടി ആകെയുള്ളത് ഐക്യൂബ് മാത്രമാണെന്നാണ് പലരും പറയുന്നത്. ഒരു മിനിറ്റ് പോകാൻ വരട്ടെ കേട്ടോ. റിവറിൻഡി, സിമ്പിൾ വൺ, ഓപ്പൺ റോർ, റിവോൾട്ട്, അൾട്രാ വയലറ്റ് ഈ വണ്ടികളുടെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം. ഏപ്രിൽ മാസത്തിൽ 785 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവർ ഇന്ത്യക്ക് മെയ് മാസത്തിൽ 948 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസാമാസ വിൽപ്പനയിൽ 20% വളർച്ച കൈവരിക്കാൻ റിവർ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഏപ്രിൽ മാസത്തിൽ 250 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച സിമ്പിൾ വണ്ണിന് മെയ് മാസത്തിൽ 350 സ്കൂട്ടറുകളാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മാസാമാസ വിൽപ്പനയിൽ 40% മികച്ച വളർച്ചയാണ് സിമ്പിൾ വണ്ണിന് കൈവരിക്കാൻ സാധിച്ചത്. ഇനി നമ്മൾ ബൈക്കിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ റിവോൾട്ട് മോട്ടോഴ്സ് 625 ബൈക്കുകളാണ് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്തിയത്. അതേ സ്ഥാനത്ത് മെയ് മാസത്തിൽ അവർക്ക് 883 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസാമാസ വിൽപ്പനയിൽ 41% മികച്ച വളർച്ചയാണ് റിവോൾട്ട് കൈവരിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ 314 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓപ്പൺ റോറിന് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 273 ബൈക്കുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 13% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ അൾട്രാ വയലറ്റ് ഏപ്രിൽ മാസത്തിൽ 87 ബൈക്കുകളാണ് വിൽപ്പന നടത്തിയത്. പക്ഷേ മെയ് മാസത്തിൽ അവർക്ക് വിൽപ്പന നടത്താൻ സാധിച്ചത് 83 ബൈക്കുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 4.5% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ മെയ് മാസത്തിലെ സെയിൽസ് റിപ്പോർട്ട് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. എന്തായാലും ഇലക്ട്രിക് കാറുകളുടെ മെയ് മാസത്തിലെ സെയിൽസ് റിപ്പോർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.